എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഉച്ചയ്ക്ക് ലഞ്ചിന് എടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതായത് തൈരും പിന്നെ പൈനാപ്പിള് ഇവിടെ കട്ട് ചെയ്തത് ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അതൊരു കുറച്ച് കഷ്ണം, ഒരു 10-15 കഷ്ണം എടുത്തിട്ടുണ്ട്. അതായത് ഒരു പൈനാപ്പിളിൻ്റെ, ഒരു ചെറിയ പൈനാപ്പിളിൻ്റെ ഒരു 1/4 ഭാഗം അത്രയും മതി. ഇതൊരു 3-4 പേർക്ക് കഴിക്കാനുള്ള കറി ഉണ്ടാവും. പിന്നെ തൈരാണ് എടുത്തിരിക്കുന്നത്, 1 കപ്പ് തൈര്. അതൊന്ന് ഉടച്ചെടുക്കണം. നമ്മുടെ മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ പൈനാപ്പിൾ വെച്ചിട്ട് കിച്ചടിയും പച്ചടിയും ഒക്കെ ഉണ്ടാക്കാം. പിന്നെ പൈനാപ്പിൾ കിച്ചടിയൊക്കെ നമ്മുടെ സദ്യ വിഭവമാണ്. അത് മധുരക്കറി, അതിനകത്ത് മുന്തിരിയൊക്കെ ഇടും. മുന്തിരി മുകളിൽ ലാസ്റ്റ് ഒന്നിടും. ഞാനത് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമ്മളുടെ സാധാരണ ദിവസങ്ങളിൽ നമുക്കൊരു ഒഴിച്ചുകറി വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭവമാണ്. വളരെ ടേസ്റ്റിയാണ്. ഒരു അടിപൊളി കറി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ പിന്നെ ഇതിൽ പ്രത്യേകിച്ച് മധുരമൊന്നും ചേർക്കണ്ട. നല്ല പഴുത്ത മധുരമുള്ള പൈനാപ്പിളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് പഞ്ചസാരയോ പിന്നെ തൈരിൻ്റെ പുളി കുറയ്ക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർക്കേണ്ടി വന്നില്ല. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കൂടി കാണിച്ചു തരാം. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പം നോക്കാം, വരും. ഇവിടെ 1 കപ്പ് പൈനാപ്പിൾ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത് പൈനാപ്പിൾ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. ഒരു പൈനാപ്പിളിൻ്റെ 1/4 ഉണ്ട്, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് 1 കപ്പ് തൈരുണ്ട്. ഇത് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കണം, ഒന്ന് ഉടച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. കുക്കറിലാണ് ഞാൻ വേവിക്കുന്നത്. പെട്ടെന്ന്, അതായത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കുക്കർ തന്നെ എടുത്താൽ മതി. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി എടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു പച്ചമുളക് കൂടി കീറിയിട്ടിട്ടുണ്ട്. ഇനി ഇവിടെ അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളി ജീരകവും 1 കഷ്ണം പച്ചമുളക് വലുതായിരുന്നു. ഒരു പച്ചമുളക് ചെറുത് നമ്മൾ ഇതിൽ പൈനാപ്പിൾ വേവിക്കാൻ വെച്ചപ്പോൾ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു കഷ്ണം പച്ചമുളക് ഇടുന്നുള്ളൂ അരയ്ക്കാൻ നേരത്ത്. കാരണം അല്ലെങ്കിൽ ഭയങ്കര എരിവായി പോകും. ഇനി ഇത് നല്ലപോലെ വെണ്ണ പോലെ അരച്ചെടുക്കാം. തൈര് ഇവിടെ ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. വേവിച്ച പൈനാപ്പിൾ കഷ്ണങ്ങൾ ഞാനൊരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ അപ്പോൾ ചേർത്ത് കൊടുക്കാം. നമ്മുടെ പൈനാപ്പിൾ കഷ്ണങ്ങൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമ്മൾ കുക്കറിലാണല്ലോ വേവിച്ചത്. പിന്നെ അത് ഇപ്പം വെള്ളമൊക്കെ ഒരു ഓൾമോസ്റ്റ് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഒഴിച്ചു കൊടുത്തു. അരപ്പെല്ലാം നല്ലപോലെ വറ്റി കഷ്ണത്തിലൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തൈര് നമ്മൾ പൾസ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഒന്ന് പതഞ്ഞു വന്നാൽ മതി, തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കി കൊടുക്കാം. കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. അതുപോലെ തന്നെ മധുരമുണ്ട് ചെറുതായിട്ട്. അതുകൊണ്ട് നമുക്ക് പഞ്ചസാരയോ ശർക്കരയോ ഒന്നും അല്പം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ, മധുരം ഇല്ലെങ്കിൽ, പുളിയാണ് മുമ്പിട്ട് നിൽക്കുന്നതെങ്കിൽ അല്പം
പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. ചെറുതായിട്ടൊന്ന് പതഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഓഫ് ചെയ്ത് വയ്ക്കാം. വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കടുകിട്ട് കൊടുത്തു 1/2 ടീസ്പൂൺ. പിന്നെ ഇട്ട് കൊടുക്കാനുള്ളത് ഒരു 1/4 ടീസ്പൂൺ ഉലുവ. ഇനി 2 വറ്റൽ മുളക്, ആവശ്യത്തിന് കറിവേപ്പില. ഒന്നിളക്കി കൊടുക്കാം. നമ്മുടെ പൈനാപ്പിൾ മോരുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്, അല്ലെങ്കിൽ പൈനാപ്പിൾ കാളൻ എന്ന് വേണമെങ്കിൽ പറയാം. അതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എൻ്റെ പൈനാപ്പിൾ കറി ഇഷ്ടപ്പെട്ടോ? എങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. പൈനാപ്പിൾ കാളൻ എന്ന് വേണമെങ്കിൽ പറയാം, പൈനാപ്പിൾ ഒഴിച്ചുകറി എന്ന് പറയാം, പൈനാപ്പിൾ മോരുകറി എന്ന് പറയാം, എന്ത് വേണമെങ്കിലും നമുക്കിത് പറയാം. പക്ഷേ സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ അടുത്ത വിഭവമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.